ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പച്ച മാങ്ങ ജ്യൂസാക്കാൻ കൊണ്ടുവന്നതിനും മാങ്ങ രണ്ട് ഇപ്പോഴത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ വാടിപ്പഴുത്ത് വാടിയൊരു മഞ്ഞ നിറം വന്നല്ലോ പഴുപ്പിൻ്റെ. അപ്പം പച്ചമാങ്ങ ജ്യൂസാക്കാൻ പറ്റൂല. കഴിഞ്ഞ വർഷം ഞാൻ പച്ചമാങ്ങ ജ്യൂസിന് വേണ്ടി 2 മാങ്ങ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഇതേപോലെയായി. അപ്പോൾ അത് പുഴുങ്ങി, പച്ചമാങ്ങ മുറിച്ചിട്ടില്ലേനെ അത് പുഴുങ്ങിയിട്ടാണ് ജ്യൂസാക്കുക. അപ്പോൾ അത് പുഴുങ്ങി കഴിഞ്ഞേരാന്ന് ആ മഞ്ഞ നിറമെന്ന് അറിഞ്ഞ് അതിപ്പോൾ അങ്ങനെ പച്ചമാങ്ങ ജ്യൂസ് പച്ച കളർ കണ്ടെടുത്ത് മഞ്ഞയായിപ്പോയി. അപ്പോൾ ഈ വർഷം ഞാൻ വിചാരിച്ച ആ പച്ച മാങ്ങേൻ്റെ ജ്യൂസ് പച്ച തന്നെ വേണമല്ലോ. അപ്പോൾ നമുക്ക് ആ പച്ച നിറത്തിൽ തന്നെയുള്ള ആക്കാമെന്ന് വിചാരിച്ച് 2 ദിവസമായിപ്പോയി ജ്യൂസാക്കാൻ. 2 ദിവസമായി ഞാൻ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്നും എടുത്ത് ജ്യൂസാക്കാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് മാങ്ങ ഇതേപോലെ ഉള്ളത്. അപ്പം നമ്മൾ വിചാരിച്ച നമ്മളെല്ലാം കുട്ടിക്കാലം ചെയ്യുന്ന പണിയാണല്ലോ, അതങ്ങ് കട്ടാക്കി നല്ല ഇതായി അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഒന്നിങ്ങനെ മേലെ ഇട്ട് അത് ഓരോന്ന് കടിച്ച് എന്താ ടേസ്റ്റ്. നമ്മളെ കുട്ടിക്കാലം ചെയ്യുന്ന പണി എല്ലാവരും ചെയ്തിട്ടുണ്ടാവും, ഇന്നും ചെയ്യുന്നുണ്ടാവില്ല. ഇതാ ചെയ്യാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല കുട്ടിക്കാലത്ത്, ഇന്നും ചെയ്യുന്ന ഇതേപോലെ തന്നെ നമ്മളെ പപ്പായും തിന്നാം, ഇതേപോലെ തന്നെ നമ്മളെ ഇത് കൈതച്ചക്കയും തിന്നാം. പൈനാപ്പിൾ തിന്ന ചില നമ്മളെ ഇവിടെ കൈതച്ചക്ക എന്ന് പറയും, കൈതച്ചക്കയും തിന്നാം. പിന്നെ കർമൂസ് എന്ന് നമ്മളെ ഇവിടെ പറയും, പപ്പായെന്ന് അങ്ങ് തെക്കോട്ട് പറയും. അപ്പോൾ അതും ഇതേപോലെ കഴിക്കാം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇത് ആദ്യം ഒരാൾ കഴിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പറഞ്ഞ് ഓരോട് നമുക്കെന്നാൽ ഇത് പിന്നെ മുളക് കൂട്ടിട്ട് തിന്ന് നോക്കാം. എന്നാൽ വേഗം റെഡിയാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയാക്കി അങ്ങനെ നമ്മളിപ്പോൾ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ആദ്യം കൊടുക്കാം. കഴിക്കുന്നതിൻ്റെ അകത്ത് ഭക്ഷണപ്രിയനാണല്ലോ, അപ്പോൾ അത് കഴിച്ച് സന്തോഷം കാണുന്ന അതൊരു വേറൊരു സന്തോഷമാണ് നമുക്ക്. ഇപ്പം മറ്റുള്ള എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഒരാൾക്ക് ഭക്ഷണം കൊടുത്ത് അവരെ വയറ് നിറഞ്ഞ് അവരെ സന്തോഷം കാണുന്നത് ഏറ്റവും വലിയ ഇഷ്ടമാണ്. പക്ഷേ നമ്മളൊന്നും മറ്റുള്ളവർക്ക് ദോഷം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കലില്ല. എന്നുവെച്ചാൽ ഇന്നത്തെ കാലത്ത് കാണുന്നില്ലേ, ഓരോരുത്തരെ ഏത് വിധത്തിൽ കുടുക്കി ഏത് വിധത്തിൽ അവരെ ജീവിതം നശിപ്പിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്ന കാലങ്ങളാണ് ഇന്ന്. അത്രയും മൃഗങ്ങളാണ്, മനുഷ്യന്മാരല്ല. ഇപ്പോൾ കൂടുതൽ ഭൂരിപക്ഷവും മൃഗങ്ങളാണ് ഇപ്പം ജീവിക്കുന്ന നാട്ടിൽ. എന്നുവെച്ചാൽ കാണുന്നില്ല, ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ് ഒരാളെ മേലിൽ ഒരാൾ സന്തോഷമായി ജീവിക്കുന്ന അത് കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഏതെല്ലാം വിധമെന്ന് ആൾക്കാരെ രൂപം ഭാവം കൂടെ നിന്നിട്ടാണ് ചതിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളായി. ഇപ്പം തന്നെ പലതും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ആരാന്ന് ഇതിൻ്റെ ബാക്കിൽ ആരാന്ന് ഇതാക്കുന്നത്, ഏതെല്ലാം വിധത്തിൽ നമ്മളെ ബാക്കിൽ ഇതാക്കുന്നത്. ഒരു പാവപ്പെട്ട ആൾക്ക് എന്താ ജീവിക്കാൻ അർഹതയില്ലേ? നിങ്ങൾക്ക് മാത്രമാണോ ഉള്ളൂ? നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾ ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണോ ജീവിക്കണ്ടു? പാവങ്ങൾക്ക് ജീവിക്കണ്ടേ? എന്താ ലോണും കാര്യം എന്താ എല്ലാവരും എടുക്കുന്നില്ലേ? ഒരു പാവപ്പെട്ട ആൾക്ക് ആരുമില്ല. പൈസ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം ചെയ്ത് കൂട്ടിയില്ലേ? ഇനി നിങ്ങളെ മക്കളിൽ നിന്ന് ഇതാക്കും. അന്നേരം അറിയാം പൈസ മാത്രമല്ല, സ്നേഹബന്ധത്തിനും വിലയുണ്ട്, മനുഷ്യനും വിലയുണ്ട്. അന്നേരം നമുക്ക് അതെ സൂപ്പർ ടേസ്റ്റ് ഉണ്ടെന്ന് അതെല്ലാം വിട്ടേക്ക്. അന്ന് നമുക്കല്ല, ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മേലെയുണ്ട്, നമ്മൾ അവരെ വിശ്വസിക്കുന്നു. നമ്മളെ സ്നേഹിക്കാനുള്ള ആൾക്കാരുണ്ട്, നമ്മളത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് കളി കളിച്ചോ നമുക്കൊരു ഇതുപോലെ നമ്മൾ ഹാപ്പി ആയിട്ട് വീഡിയോ എടുക്കും അല്ലേ, ഡാൻസ് കളിക്കൂ അല്ലേ, നമ്മൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കും. നമുക്ക് ഇതൊന്നും ഒരു ഇതല്ല. നമ്മൾ അറിഞ്ഞും കൊണ്ട് നമ്മൾ ആരും ചതിച്ചിട്ടുമില്ല. ഞാൻ എൻ്റെ അറിവിൽ ഞാൻ ആരും ചതിച്ചിട്ടുമില്ല. ഞാൻ ഒരാളെ പൈസ എടുത്തിട്ടുമില്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ജീവിക്കുന്ന എൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കിന്. പിന്നെ ഇന്നത്തെ മക്കളെ ഉണ്ടായിട്ടും കാര്യമില്ല, എല്ലാവർക്കും അനുഭവമാണ്. ഇതിലും വലിയ നല്ല ഇതിൽ നോക്കിയിട്ട് ഇന്നത്തെ മക്കൾ ഉണ്ടായിട്ട് മക്കൾക്ക് വേണ്ടി എല്ലാവരും ഇന്ന് മക്കളില്ലാതെ ആള് പിന്നെ ഉരുകി ജീവിക്കുന്ന എന്താ കാര്യം? മക്കൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇതായിട്ടും വഴിപാട് നടത്തിയിട്ടും അതാക്കിയിട്ട് ഒരു കുട്ടിയില്ലെങ്കിൽ എന്തെല്ലാം കാര്യം ചെയ്യുന്നു. എന്തിനാണ് ഇങ്ങനത്തെ മക്കൾ? എന്തിനാണ്? അതിലും നല്ല സുഖമായിട്ട് ഉള്ള ജീവിതം ഹാപ്പി ആയിട്ട് ജീവിക്കുക. അതുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വളരെ ശ്രദ്ധിച്ചിതാക്കുക. പിന്നെ മറ്റുള്ളവർക്ക് പാര പണിയുമ്പോൾ സ്വന്തം ചിന്തിക്കുക. ഇതേ ഭാരം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന ഒരു കാലം അല്ലേ? അതെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ ഇങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് ഈ കളിക്കുന്ന സ്ത്രീകളോടായാലും പുരുഷന്മാരോടായാലും കുറേ ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാരുണ്ട്, അവരോടും പറയുക
നിങ്ങൾ കളിച്ചോ, പക്ഷെ ഇതെല്ലാം നിങ്ങൾക്ക് ഒരാളെ കണ്ണീര് നിങ്ങൾ കുടിപ്പിച്ച് നിങ്ങൾ കാരണം ഒരാൾ കണ്ണീരിലായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മടങ്ങി നിങ്ങൾക്ക് തന്നെ കിട്ടും. അത് നോക്കിക്കോ. അത് എന്നെപ്പോലത്തെ ഒരു സ്ത്രീ എന്തോ അറിയാണ്ടും ഇതാക്കി കൊണ്ട് നിങ്ങളെ ഒരുപാട് കണ്ണീര് നിങ്ങൾ പല സ്ത്രീകളെ കൊണ്ട് നിങ്ങൾ ചെയ്ത് എല്ലാം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഓക്കെ, ഇത് നമ്മൾ നല്ല ടേസ്റ്റോടെ നമ്മൾ രണ്ടാളും ഇരുന്ന് സന്തോഷമായി കഴിക്കുക അല്ലേ? എന്താ ടേസ്റ്റ്? 2-3 കഴിച്ച് പുള്ളിക്കാരൻ കഴിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അവർ സന്തോഷമായിട്ട് ഇരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറ്റും കഴിക്കാം. അതുകൊണ്ട് താങ്ക് യു എല്ലാവർക്കും. നമ്മളെ മാങ്ങേൻ്റെ ഓരോരുത്തരുടെ വായിന്ന് വെള്ളം വരുന്നുണ്ടോ എന്നറിയില്ലേ, അത്രയും നല്ല ടേസ്റ്റാണല്ലോ. എല്ലാവരും കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്കാലം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ പൂട്ടുമ്പോൾ അല്ലേ ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന പണി നമ്മളെല്ലാം ഒരുപാട് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടം ആ കാലഘട്ടേനും നല്ലത്. നമ്മളെല്ലാം ഒരു കുട്ടിക്കാലം ഉണ്ടേനും മനുഷ്യനെല്ലാം നല്ല സന്തോഷം, ജാതിയില്ല മതമില്ല ഒന്നുമില്ല, എല്ലാവരും സന്തോഷം. പൈസയും പണമില്ല, സ്നേഹബന്ധത്തിന് വിലയുണ്ട്. പക്ഷെ ഇന്ന് പൈസ ഉണ്ടോ അവിടെ ആളുണ്ട്, പൈസ ഇല്ലേ അവിടെ ആളില്ല. ഏത് ബന്ധവും തകർക്കാൻ അമ്മയില്ല മക്കളില്ല, എല്ലാം പൈസ വെള്ളത്തിൽ ജീവിക്കുന്നതാണ്. പക്ഷേ നമ്മളെല്ലാം കുട്ടിക്കാലുള്ള കാലം ഓർത്ത് നമ്മളിന്ന് വിഷമിക്കും. അത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ എന്നുള്ള ഒരു സന്തോഷം അതിനി ഒരിക്കലും തിരിച്ചു വരില്ല. ഇന്നത്തെ കാലം കാണുന്നില്ലേ, മനുഷ്യനല്ല മൃഗം എന്ന് പറയാൻ പറ്റില്ല. മൃഗങ്ങൾക്ക് പോലും അലിവുള്ള കാലമാണ് ഇന്ന്. മൃഗങ്ങൾക്ക് പോലും അലിവുണ്ട്, പക്ഷെ ഇന്ന് മൃഗത്തിൻ്റെ ഇതിലും കൂട്ടാൻ പറ്റില്ല. അത്രയും മനുഷ്യന്മാർ ചെയ്ത് കൂട്ടുന്ന ഓരോ കാര്യങ്ങളും. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ചാനൽ കണ്ട ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പണം ഇന്ന് വരും നാളെ പോകും. അതെ, നിങ്ങൾ ഇതാക്കാൻ കളിക്കുന്നുണ്ട്, നാളെ നിങ്ങൾ ഇതിലും പാപ്പറായിട്ട് നിങ്ങൾ ജീവിക്കേണ്ട ഗതി വരും. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദനയുമാണ്, ഒരു സ്ത്രീന്റെ വേദനയുമാണ്. അതൊരു ഇതായിട്ട് നിങ്ങൾ ബൈ.